ഹലോ വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് തമിഴിൽ കണ്ട പോലെ ചോറുണ്ണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാം. എന്നാൽ ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് നല്ല ടേസ്റ്റായിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം, അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 4-5 മതി, പക്ഷേ ഇഞ്ചി കുറച്ച് ഇച്ചിരി വലിയ കഷ്ണം നമ്മൾ ഇഞ്ചി എടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചമ്മന്തിയുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതിനാദ്യം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ വറ്റൽമുളകാണ്. അത് നമ്മൾ ഞെട്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഇനി വറ്റൽമുളകും കൂടി ഒന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് നമുക്ക് ഉപ്പ് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ചൊരു ചെറിയ കഷ്ണം പുളിയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നമ്മൾ ആദ്യം ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ടല്ലോ, ആ എണ്ണ ഒന്നും കൂടി ചൂടാക്കി നല്ല ചൂടൻ എണ്ണ ഈ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യരുത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനത് ജാറിനകത്തേക്ക് തന്നെ ഒഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയുക. അപ്പോൾ ഷെയർ ചെയ്യാനും ഒന്നും